നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BCom വിദ്യാർത്ഥികളുടെ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഗ്രഹരചന എന്ന ടോപ്പിക്കാണ്. സംഗ്രഹരചന, സമ്മറി റൈറ്റിംഗ്, എങ്ങനെയാണ് സംഗ്രഹം എഴുതുക, സംഗ്രഹിച്ചെഴുതുക എങ്ങനെയാണെന്നുള്ളതാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. നോട്ട്സ് തരാം കേട്ടോ, PDF ആയിട്ട് അയച്ചു തരാം. അപ്പൊ നോക്കാം, സംഗ്രഹരചന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എന്താ ഈ സംഗ്രഹരചന? അതുപോലെ തന്നെ നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്ന എന്താണ് ഈ കണ്ടന്റ് റൈറ്റിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ്, അതുപോലെ ഉപന്യാസം, എസ്സേ റൈറ്റിംഗ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായി, കുറച്ചുകൂടി വൃത്തിയിൽ അതിൻ്റെതായ ടേംസിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, സംഗ്രഹരചന നിങ്ങൾക്ക് അറിയാം. സമ്മറി അതെങ്ങനെ എഴുതും? ഒരു ലേഖനത്തിലെ ആശയങ്ങൾ ചോർന്നു പോകാതെ ചുരുക്കി എഴുതുന്ന രീതിയാണ് സംഗ്രഹം. അറിയാലോ, ഒരു ലേഖനത്തിലെ ആശയം ചോർന്നു പോവാണ്ട് ചുരുക്കി എഴുതുന്ന പരിപാടിയാണ് സംഗ്രഹം, സമ്മറി എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ലേഖനം അതിന് നമുക്ക് ചുരുക്കി എഴുതണം, പക്ഷെ ആശയങ്ങൾ ചോർന്നു പോവാനും പാടില്ല. അതാണ് സംഗ്രഹം അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത്. അതായത് ലേഖനത്തിലെ ഉദാഹരണങ്ങളും വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത വിവരങ്ങളും ഒഴിവാക്കി എഴുതുന്ന രീതിയാണിത്, അല്ലെ? അതായത് ഒരു ലേഖനം എന്ന് പറയുമ്പോൾ അതിലൊരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, കുറെ ആലങ്കാരിക പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്നാൽ കണ്ടന്റ് ചോർന്നു പോവാതെ, ആശയം ചോർന്നു പോവാതെ ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഗ്രഹം എന്ന് പറയുന്നത്. വായനക്കാർക്ക് അവർ വായിക്കാൻ പോകുന്ന പ്രധാന ആശയങ്ങളുടെ ഒരു അവലോകനം നൽകുന്നതിന് സംഗ്രഹം സഹായിക്കും. ശരിയല്ലേ? നമ്മളൊരു സമ്മറി വായിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോ ഒരു വലിയ ലേഖനം, ഒരു നോവലൊക്കെ വായിക്കുന്നതിന് മുമ്പേ അതിന്റെ സമ്മറി ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ നോവലിന്റെ അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ആശയങ്ങളും നമ്മൾ ആ സംഗ്രഹം വായനയിലൂടെ ഉള്ളിലെടുത്തിട്ടുണ്ടാവും. ഐ മീൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്, കണ്ടന്റ് ചോർന്നു പോകരുത്, പക്ഷെ വലിപ്പം കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും? കൂടുതൽ വരുന്ന ഉദാഹരണങ്ങളും വിശേഷണങ്ങളും ഒക്കെ ഒഴിവാക്കിയാൽ മതി. പുസ്തക കവറുകൾ മുതൽ ഉൽപ്പന്ന വിവരങ്ങൾ, ഓൺലൈൻ അവലോകന സൈറ്റുകൾ വരെ എല്ലായിടത്തും സംഗ്രഹങ്ങൾ കാണാം, അല്ലെ? നമ്മൾ പുസ്തക കവറിന്റെ മേലെ ആ പുസ്തകത്തിലുള്ള കഥയുടെ ഒരു സമ്മറി കാണാം, അല്ലെ? അതേപോലെ തന്നെ ഉൽപ്പന്ന വിവരങ്ങൾ, പ്രോഡക്റ്റിന്റെ സാധനങ്ങൾ. നിങ്ങൾ ഫ്ലിപ്കാർട്ടില് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാണ്, നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ ആ പ്രോഡക്റ്റിന്റെ, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിന്റെ സമ്മറി, അതായത് ഇത്ര MP മെഗാ പിക്സലുള്ള ക്യാമറയാണ്, അല്ലെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് ചുരുക്കി കൊടുക്കുമല്ലോ, സംഗ്രഹം കൊടുക്കുമല്ലോ. യെസ്, ഓൺലൈൻ അവലോകന സൈറ്റുകൾ വരെ എല്ലായിടത്തും നിങ്ങൾക്ക് സംഗ്രഹങ്ങൾ കാണാം. ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനും രചനകൾ പരിശോധിക്കാനും സഹായിക്കുന്നതിന് അക്കാദമിക ലോകം സംഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. അക്കാദമിക ലോകം ഈ സംഗ്രഹങ്ങളെ എന്തിനാ ഉപയോഗിക്കുന്നത്? ആശയവിനിമയം നടത്താനും അതുപോലെ രചനകൾ പരിശോധിക്കാനും ഒക്കെ ഉപയോഗിക്കും. ദെൻ സംഗ്രഹത്തിൽ യഥാർത്ഥ ലേഖനത്തിന്റെ ആശയങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സംഗ്രഹം രചിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നിങ്ങളൊരു കഥയുടെ സംഗ്രഹം എഴുതുകയാണ്, ആ കഥയിലെ ആശയങ്ങൾ മാത്രമേ അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളോ വ്യാഖ്യാനങ്ങളോ സംഗ്രഹത്തിൽ ഉൾപ്പെടുത്തരുത്. സംഗ്രഹം, സമ്മറി, ചുരുക്കി എഴുതുക. മീൻസ് നിങ്ങളിപ്പോ ഒരു നോവലിനെ സംഗ്രഹിച്ച് എഴുതുകയാണെങ്കിൽ അതിലെ ആശയം മാത്രമേ അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ ആടുജീവിതം നോവലിനെ നിങ്ങൾ സംഗ്രഹിച്ച് അതിന്റെ സമ്മറി എഴുതുകയാണ്, അതിലെ ആശയങ്ങളേ വരാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനം അതൊന്നും അതിൽ വരാൻ പാടില്ല. ഇനി നമുക്ക് നോക്കാം, സംഗ്രഹരചനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഗ്രഹിച്ച് എഴുതുന്നത്? അതായത് സംഗ്രഹരചനയുടെ പ്രധാന ലക്ഷ്യം, സംഗ്രഹരചനയിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു കൃതിയെ സംഗ്രഹിച്ച് എഴുതുമ്പോൾ നോക്കേണ്ടത്? ഒന്ന്, ചുരുക്കാണ്. വലിയൊരു രചനയെ ചെറിയ രൂപത്തിലാക്കുക, അതാണല്ലോ സംഗ്രഹരചനയുടെ പ്രധാന ലക്ഷ്യം. പിന്നെ സ്പഷ്ടതയാണ്, ക്ലാരിറ്റി. അതായത് മൂലരചന എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിരുന്നില്ല. അതായത് ഇപ്പോൾ ഞാൻ ആടുജീവിതം നോവലിനെയാണ് സംഗ്രഹിക്കുന്നതെങ്കിൽ ആടുജീവിതമാണ് മൂലരചന. ബഷീറിന്റെ പ്രേമലേഖനമാണ് സംഗ്രഹിക്കുന്നത് എങ്കിൽ ലേഖനമാണ് മൂലരചന. മൂലരചനയിലെ പ്രധാന ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുക, അതാണ് സ്പഷ്ടത, ആ ക്ലാരിറ്റി. നമ്മൾ സംഗ്രഹിച്ച് എഴുതുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ പാരഗ്രാഫിംഗ് എഴുതിയിട്ട് ബാക്കി വെട്ടിക്കളയുന്ന പരിപാടിയല്ല. അതായത് സ്പഷ്ടത വേണം, ക്ലാരിറ്റി വേണം സംഗ്രഹിച്ച് എഴുതുമ്പോൾ. ചുരുക്കിയിട്ടാണ് എഴുതുന്നതെങ്കിലും എല്ലാ ആശയവും അതിൽ വരണം. സംക്ഷിപ്തത എന്ന് വെച്ചാൽ സംക്ഷിപ്ത രൂപം ചുരുക്കിയെടുക്കുക. അതായത് അനാവശ്യ വിവരങ്ങൾ ഒഴിവാക്കി പ്രധാന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക, അതാണ് സംക്ഷിപ്ത രൂപം എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ സംഗ്രഹരചനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ചുരുക്കമാണ്. വലിയൊരു രചനയെ നമുക്ക് ചെറിയ രൂപത്തിലാക്കാൻ പറ്റും. സ്പഷ്ടതയാണ്, ക്ലാരിറ്റിയാണ്. മൂലരചനയിലെ പ്രധാന ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ
സംക്ഷിപ്തത, അനാവശ്യ വിവരങ്ങൾ ഒഴിവാക്കി പ്രധാന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. അതാണ് സംക്ഷിപ്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സംഗ്രഹരചന നിർവഹിക്കേണ്ട വിധം. എങ്ങനെയാണ് നമ്മൾ ഒരു കൃതിയെ സംഗ്രഹിച്ച് എഴുതേണ്ടത്? ഒരു നോവലിനെയോ ഒരു കഥയോ ഒരു കവിതയോ ഒക്കെ എങ്ങനെയാണ് നമ്മൾ സംഗ്രഹിച്ച് എഴുതേണ്ടത്? സംഗ്രഹരചന നിർവഹിക്കേണ്ട വിധം ഇങ്ങനെയാണ്. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ആശയം മനസ്സിലാക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ചോദിക്കുക, എങ്ങനെയാ സംഗ്രഹിച്ച് എഴുതുക എന്നല്ല ചോദിക്കുക. പകരം ഏതെങ്കിലും ഒരു പാഠഭാഗമൊക്കെ തന്നിട്ട് അതിനെ സംഗ്രഹിച്ച് എഴുതാനൊക്കെ ആയിരിക്കും പറയാൻ ചാൻസ്. കാരണം കൂടുതലും നിങ്ങളുടെ രചനയല്ലേ ഈ സെമസ്റ്ററിൽ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ എഴുതാനായിരിക്കും കൂടുതലും സാധ്യത. അങ്ങനെ എഴുതാൻ വേണ്ടി ചോദിക്കാനായിരിക്കും. നമുക്ക് സിലബസിൽ തന്നെ ഈ സംഗ്രഹരചന എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഒരു കഥയും ഒരു കവിതയും കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചിട്ട് അതിന്റെ സംഗ്രഹം നിങ്ങൾ എഴുതണം. എന്നുവെച്ചാൽ ആശയം ചോർന്നു പോകാണ്ട് ചുരുക്കി എഴുതണം. അപ്പോ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ആശയം മനസ്സിലാക്കണം. സംഗ്രഹരചന നിർവഹിക്കണമെങ്കിൽ ആദ്യം. പിന്നെയോ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അനാവശ്യമായ വിവരണങ്ങളും ആലങ്കാരിക പ്രയോഗങ്ങളും കണ്ടെത്തി ഒഴിവാക്കണം. ഇപ്പം വളരെ ഭംഗിയായിട്ട് ഉള്ള ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രയോഗങ്ങൾ വെച്ചത് അത് കുറച്ച് നീണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ആ പ്രയോഗങ്ങൾ ഇല്ലെങ്കിലും അതിൽ ആ കണ്ടന്റ് നമുക്ക് മിസ്സാവുന്നുണ്ടാവില്ല. അപ്പൊ ആ പ്രയോഗങ്ങൾ ഒഴിവാക്കിയിട്ട് ചുരുക്കി എഴുതണം സംഗ്രഹം എഴുതുമ്പോൾ. പ്രധാന ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിൽ പരസ്പര ബന്ധത്തോടു കൂടി സ്വന്തം വാക്യത്തിൽ ഒരു ഖണ്ഡിക തയ്യാറാക്കുക. അങ്ങനെയാണ് നമ്മൾ സംഗ്രഹം രചിക്കേണ്ടതെന്നാ പറയുന്നത്. സ്വന്തം ഭാഷയിൽ നമ്മൾ ഖണ്ഡിക തയ്യാറാക്കുമ്പോഴും അത് സ്വന്തം അഭിപ്രായം എഴുതലല്ല, സ്വന്തം ലാംഗ്വേജിൽ ഖണ്ഡിക പാരഗ്രാഫ് തയ്യാറാക്കുന്നതാണ്. അത് സ്വന്തം അഭിപ്രായങ്ങളോ വ്യാഖ്യാനങ്ങളോ അല്ല കേട്ടോ. അപ്പൊ പ്രധാന ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിൽ പരസ്പര ബന്ധത്തോടു കൂടി നിങ്ങൾ സ്വന്തം വാക്യത്തിൽ ഒരു ഖണ്ഡിക പാരഗ്രാഫ് തയ്യാറാക്കണം. പിന്നെയോ ആശയങ്ങളുടെ ആവർത്തനം ഒഴിവാക്കണം. പറഞ്ഞത് തന്നെ പറയരുത്. മനസ്സിലായോ? സംഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കി എഴുതല. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞത് തന്നെ പിറ്റത്തെ പാരഗ്രാഫിലും വരരുത്. മീൻസ് ആവർത്തനം ഒഴിവാക്കണം, റിപ്പീറ്റ് അടിക്കരുത്. മൂലപാഠത്തിന്റെ ഘടനയും അതിന്റെ രീതിയും പിന്തുടരുക. ഞാൻ പറഞ്ഞല്ലോ, മൂലപാഠം ഏത് കൃതിയാണോ നിങ്ങൾ സംഗ്രഹിച്ചെഴുതുന്നത് ആ കൃതിയുടെ ആ ഒരു രീതിയും സ്ട്രക്ചറും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം സംഗ്രഹം എഴുതുമ്പോൾ. പിന്നെയോ സംഗ്രഹം പൂർത്തിയാക്കിയ ശേഷം കൃത്യതയ്ക്കായി മൂലപാഠവുമായി താരതമ്യം ചെയ്യുക. നിങ്ങൾ സമ്മറി എഴുതി കഴിഞ്ഞതിന് ശേഷം, സംഗ്രഹം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ യഥാർത്ഥ പാഠം മൂലപാഠമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക. ദെൻ ഇനി പറയാനുള്ള കാര്യം, സംഗ്രഹത്തിൽ ഉദ്ധരണികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നതിലൂടെ മൂലരചനയുടെ ആധികാരികത ഉറപ്പിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു കൃതി സംഗ്രഹിച്ചെഴുതുമ്പോൾ, ആ ചുരുക്കാണല്ലോ സംഗ്രഹം, സമ്മറി, അതില് നിങ്ങളുടെ ആ മൂലരചന ഉണ്ടല്ലോ, ഏത് കൃതിയാണോ നിങ്ങൾ സംഗ്രഹിച്ചെഴുതുന്നത് അതിലെ ചില ഭാഗങ്ങൾ വേണമെങ്കിൽ ഉദ്ധരണിയായിട്ട് എഴുതാം, കോട്ട് ചെയ്തെടുത്ത് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ആ മൂലരചനയുടെ ആധികാരികത ഉറപ്പിക്കാം. മൂലരചനയിലെ വിവരങ്ങൾക്ക് പിന്തുണയായി സംഗ്രഹത്തിൽ ഉദാഹരണങ്ങൾ നൽകാവുന്നതാണ്. ഓക്കെ, സംഗ്രഹത്തിന് 3 ഭാഗങ്ങളുണ്ട്. സംഗ്രഹത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആമുഖമാണ്, പിന്നെ ഉള്ളത് ശരീരം എന്ന് പറയുന്ന ഭാഗമാണ്, പിന്നെ അവസാനം. ആ ശരീരത്തിലായിരിക്കും മെയിൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ സംഗ്രഹ രചനയിലെ പ്രധാന വെല്ലുവിളി എന്തെല്ലാം ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉപേക്ഷിക്കണം എന്ന് തീരുമാനിക്കുക എന്നതാണ്. ശരിയല്ലേ? നമുക്ക് ഈ വലിയ പാഠം ചുരുക്കുകയും വേണം, എന്നാൽ പിന്നെ കണ്ടന്റ് ഒന്നും ചോർന്ന് പോവുകയും ചെയ്യരുത്. അപ്പൊ സംഗ്രഹം രചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി, ടാസ്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സംഗ്രഹ രചനയുടെ ഉപയോഗങ്ങളാണ് ഇനി ലാസ്റ്റ്. സമ്മറി ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാ ലാഭം? ഒന്ന്, പഠനത്തിനായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് സമയം മിസ്സാവില്ലല്ലോ സമ്മറി വായിച്ചു കഴിഞ്ഞാൽ. പഠനത്തിനായിട്ട് ഉപയോഗിക്കാം, ഗവേഷണം റിസർച്ചിനായിട്ട് ഉപയോഗിക്കാം, പിന്നെ റിപ്പോർട്ട് എഴുതാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ വിവരശേഖരണത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സംഗ്രഹ രചനയെ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് സംഗ്രഹം എഴുതാൻ വേണ്ടി നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള കഥയും കവിതയും ഉണ്ടല്ലോ സംഗ്രഹത്തിന് വേണ്ടിയിട്ട് സിലബസ് തന്നത്. അത് കഥയും കവിതയൊക്കെ ഞാൻ ചാനലിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാം ബാക്കിയുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് ആ സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ സംഗ്രഹം നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് മിക്കവാറും ഞാൻ പ്രതീക്ഷിക്കുന്നത് പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതിപ്പിക്കാനും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഉള്ളത്. സത്യത്തിൽ ഈ പേപ്പർ കുറച്ച് ടഫ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഈ പേപ്പറിൽ. കാര്യം കുറച്ച് ടഫ് ആവണം. അതായത് നിങ്ങൾക്ക് വേണ്ട വിധത്തിലാണ് ഇത് ടഫ് ആക്കിയിട്ടുള്ളത്. വെറും കവിതയും കഥയും മാത്രം പഠിപ്പിക്കാണ്ട് അതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പല സ്ഥലത്തും ഉപയോഗിക്കാൻ പാകത്തിൽ, നിലവിലത്തെ ലോകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ പരിപോഷിപ്പിക്കാൻ ഈ സെക്കൻഡ് സെമസ്റ്റർ സിലബസിൽ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ ഒരു കണ്ടന്റ് റൈറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാനോ, അല്ലെങ്കിൽ ഒരു സമ്മറി എഴുതാനോ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പരസ്യം ഉണ്ടാക്കാനോ ഒക്കെ ഈ സിലബസ് നിങ്ങളെ പ്രാപ്തരാക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കുറച്ച് ടഫാന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ ഇത് കുറച്ച് ആഴത്തിൽ പഠിക്കാൻ തയ്യാറായാൽ നല്ലൊരു ജനറേഷനാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഈ സെക്കൻഡ് സെം സിലബസ് കുറച്ച് ടഫാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിവേ, ഞാൻ പറഞ്ഞല്ലോ, നോട്ട്സ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കാണുന്ന പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക് ഉണ്ടല്ലോ, അതിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.